യാത്ര ചെയ്യുന്നതിൽ വലിയൊരു ശതമാനം, ഇന്ന് യൂറോപ്പിൽ യാത്ര ചെയ്യുന്ന വലിയൊരു ശതമാനം നിരീശ്വരവാദികളാണ്. യൂറോപ്പിന്റെ ആധുനിക ചിത്രം എന്ന് പറഞ്ഞാൽ മതമുള്ള നിരീശ്വരവാദികൾ. മതമുണ്ട്, ദൈവമില്ല. മതം വിശ്വസിക്കും, ദൈവത്തെ വിശ്വസിക്കില്ല. മതം വിശ്വസിക്കും. പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് പോലെയുള്ള രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ 90% ആളുകളുടെ റിലീജൻ ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പേര് അവർ എഴുതും. പക്ഷേ അടിസ്ഥാനപരമായി അവർ ഇപ്പോൾ നിരീശ്വരവാദികളാണ്. അവരാ ലോകത്തെ ഏറ്റവും വലിയ യാത്രക്കാർ, പക്ഷേ നിരീശ്വരവാദികളാണ്. വളരെ നിങ്ങൾ ചിന്തിക്കുക. فلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور حسبي ربي جل الله حسبي ربي جل الله حسبي ربي جل الله. ഒന്നും കൂടെ ഉറക്കെ. അല്ലാഹു 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 الله 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 عليه توكل الله 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 عليه توكل الله الله الله. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു പറയുന്ന തഫ്സീർ ഞാൻ വായിക്കാം. മനുഷ്യന് കണ്ണ് തുറന്നാലും മതിയാവില്ല, കണ്ണ് തുറക്കണം. ഇന്ന് ലോകം മുഴുവനും കണ്ണ് തുറന്ന ഒരു കാലമാണ്. എന്നാൽ ലോകം മുഴുവനും അകക്കണ്ണ് അടഞ്ഞു പോയ ഒരു കാലമാണ്. കണ്ണിനെയും അകക്കണ്ണിനെയും മനസ്സിലാക്കാൻ കഴിയണം. എന്താണ് സ്വഹാബികൾക്ക് കിട്ടിയ നേട്ടം? സ്വഹാബികൾക്ക് കിട്ടിയ നേട്ടം അവർ അകക്കണ്ണ് തുറന്നവരായിരുന്നു എന്നതാണ്. വളരെ ചിന്തിക്കണം. ഇന്ന് നമ്മളെ നാട്ടിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കായ കിതാബുകൾ കിട്ടും. ഖുർആന്റെ വ്യാഖ്യാനങ്ങളും ഹദീസിന്റെ വ്യാഖ്യാനങ്ങളും. സ്വഹാബികൾ ജീവിച്ചിരുന്ന കാലത്ത് ഇതിൽ ഒരു കിതാബ് പോലും ഇല്ല. ഒരു കിതാബില്ല. ഖുർആൻ പോലും ഒരു ചട്ടക്കൂടിനുള്ളിലാക്കിയിട്ടില്ല. ബുഖാരി ഇല്ല, മുസ്ലിം ഇല്ല, സിയാസിത്ത ഇല്ല, ഒന്നുമില്ല. തശീറുൽ അഫ്ലാഖ് ഇല്ല, ശറഅത്തദീബ് ഇല്ല, അൽഫിയ ഇല്ല, ഒന്നുമില്ല. ശറഉൽ അഖായിദ് ഇല്ല, തുഹ്ഫ ഇല്ല, മിൻഹാജ് ഇല്ല, നിഹായ ഇല്ല, മുഗ്നി ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഒന്നുമില്ല, ഒരു കിതാബില്ല, എന്തുപോലും ഇല്ല. ഖുർആൻ പോലും 2 ചട്ടയുടെ ഉള്ളിൽ ആക്കിയിട്ടില്ല. ഖുർആൻ 2 ചട്ടയുടെ ഉള്ളിലാക്കിയത് പുണ്യ റസൂൽ വഫാത്തായിട്ടാണ്. മനസ്സിലായോ? ചിന്തിക്കുക. നമുക്കിന്നെ ലക്ഷക്കണക്കായ കിതാബുകൾ കിട്ടും. ലക്ഷക്കണക്ക് ഉണ്ട്. ലക്ഷക്കണക്കായ കിതാബുകൾ, ലൈബ്രറികൾ എത്രയുണ്ട് നമ്മുടെ നാട്ടിൽ? മനസ്സിലായില്ലേ? ചിന്തിക്കണം. വലിയ വലിയ ലൈബ്രറികളുണ്ട്. ഇതൊന്നും അവരുടെ കാലത്തില്ല, ഒന്നുമില്ല. പക്ഷെ എന്തുണ്ട്? ഹൃദയം തുറന്നിട്ടുണ്ട്. നമ്മൾ പുറം കണ്ടുകൊണ്ട് നോക്കും, അവർ അകം കണ്ടുകൊണ്ട് നോക്കും. അവര് അകം കണ്ടുകൊണ്ട് നോക്കിയപ്പോൾ മുഹമ്മദുൻ ബശറുൻ ലകൽ ബശരി
യാഖൂതുൻ ഹജറുൻ ലകൽ ഹജരി. മുഹമ്മദ് എന്നാൽ മനുഷ്യൻ തന്നെ, പക്ഷേ മനുഷ്യനല്ല, നിങ്ങൾ വിചാരിക്കുന്ന സാധാരണ മനുഷ്യനല്ല. യാഖൂതുൻ ഹജറുൻ, മാണിക്കക്കല്ല് ഒരു കല്ലാണെങ്കിലും ലകൽ ഹജരി, സാധാരണ കല്ലല്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണെങ്കിലും ഒരു മനുഷ്യനല്ല, അതിൻ്റെ അപ്പുറത്താണ്. മാണിക്കക്കല്ല് ഒരു കല്ലാണെങ്കിലും കല്ലല്ല എന്ന് കണ്ടെത്തി. അത് പഠിപ്പിക്കുന്നൊരു കിതാബ് ഇല്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധ വേദഗ്രന്ഥമല്ല. ആ വേദഗ്രന്ഥത്തിൻ്റെ കോപ്പികൾ ഇന്ന് നമ്മളെ വീട്ടിൽ തന്നെ സുലഭമാണ്. പക്ഷേ എൻ്റെ പ്രശ്നം അകക്കണ്ണ് തുറക്കാൻ ഇന്ന് നമുക്ക് കഴിയില്ല. അകക്കണ്ണ് തുറക്കണില്ല. കയറിയിരിക്കും, ഈശോ കൊണ്ട് കയറിയിരിക്കും. എന്താ പ്രശ്നം അകക്കണ്ണ് തുറക്കാത്തതാണ്. എന്താ പ്രശ്നങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നങ്ങൾ? അത് വലിയ പ്രശ്നമാണ്. فلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. 250, 350, 400, 550 കിലോമീറ്ററൊക്കെ മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ ഇന്ന് ലോകത്തുണ്ട്. ജപ്പാൻ ഒരു പുതിയ ട്രെയിനിനെ വികസിപ്പിച്ചിട്ടുണ്ട്. ഒരു പുതിയ ട്രെയിൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വികസിപ്പിച്ചിട്ടുണ്ട്. വിമാനത്തിൻ്റെ വേഗതയിൽ ഫ്ലൈറ്റ് സഞ്ചരിക്കും. വിമാനത്തിൻ്റെ വേഗത ഫ്ലൈറ്റിന് എന്താ പറയുക, തീവണ്ടിക്ക് ട്രെയിനിന് വേഗതയാണ്. എത്ര വേഗതയാണ്? ഫ്ലൈറ്റിനെ പോലെ വേഗതയാണ്, ഹൈ സ്പീഡിൽ. അതായത് 800-900 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും. എന്ത് ട്രെയിൻ? വളരെ ചിന്തിച്ചു നോക്ക്. അതൊക്കെ ഒരു കണക്ക് ഞാൻ പറഞ്ഞതാ, അതിനൊപ്പം ഉണ്ടോ? ഫ്ലൈറ്റിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ. ഇതൊക്കെ മനുഷ്യനെന്ന് യാത്ര തന്നെ യാത്ര, എവിടെയും യാത്രക്ക് വലിയ വലിയ വാഹനങ്ങൾ, സൗകര്യങ്ങൾ. എന്നിട്ടോ ഓരോ ദിവസവും മനുഷ്യൻ ദൈവം നിഷേധിയാവും. ഓരോ ദിവസവും മനുഷ്യന് അവന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ചട്ടക്കൂടിൽ ഒടുങ്ങുന്നതിന് പകരം അവൻ കൂടുതൽ ക്രൂരനാവുകയും കൂടുതൽ നിഷേധിയാവുകയും ചെയ്യണം. എന്താ പ്രശ്നം എന്താ? ഈ ഷാമിൽ നിന്ന് ഷാമിലേക്കോ മക്കായിൽ നിന്ന് യമനിലേക്കോ സഞ്ചരിച്ചിരുന്ന ആളുകൾക്ക്, അവരിൽ ചില ആളുകൾക്ക് ലഭിച്ചിട്ടുള്ള ഹൃദയത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു കിട്ടിയത് ഈ ജനതയ്ക്ക് തുറന്നെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രശ്നം. ഈ ആയത്തിന്റെ തഫ്സീർ ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ഞാൻ ചിന്തിക്കും. വൽ ബസർ വൽ ബസീറ വഅലം, നീ അറിയുക, അന്നൽ ബസറ വൽ ബസീറ മുതഖാബിലാനി ഫി അസ്ലി നശ്അതിഹിമാ. അന്നൽ ബസറ വൽ ബസീറ വഅലം, നീ അറിയുക, അന്നൽ ബസറ വൽ ബസീറ, അകം കണ്ണും പുറം കണ്ണും മുതഖാബിലാനി, പരസ്പര വിരുദ്ധമാണ്. ഫി അസ്ലി നശ്അതിഹിമാ, അത് രണ്ടിൻ്റെയും ഉത്ഭവത്തിൽ തന്നെ അത് വ്യത്യസ്തമാണ്. അതായത് വിരുദ്ധ ഭാഗങ്ങളിലേക്കാണ് അത് തുറന്നു കിടക്കുന്നത്. ഏതൊന്നിലേക്കാണോ പുറം കണ്ണ് തുറന്നത് അതിലേക്കല്ല അകങ്കണ്ണ് തുറക്കുക. പുറത്ത് നാം കാണുന്ന വസ്തുക്കളെ അല്ലാതെ കാണാൻ ഒരിക്കലും പുറം കണ്ണിന് കഴിയൂല. മനസ്സിലായില്ലേ? ചിന്തിക്കും. ആ വസ്തു, ആ പുറം കാഴ്ചയാകട്ടെ ഏത് മൃഗത്തിനുണ്ട്. ഏത് മൃഗമാണെങ്കിലും ഇപ്പൊ കണ്ണ്, ഉറുമ്പിന് കണ്ണുണ്ട്. എന്താ ഉറുമ്പിന്റെ കണ്ണ്? എന്തിനാ ഉറുമ്പിന്റെ കണ്ണ്? എന്തിനാ ഉറുമ്പിന്റെ കണ്ണ്? രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, അതിൻ്റെ ഭക്ഷണം നേടിയെടുക്കാൻ. രണ്ട്, അതിന് വന്നേക്കാവുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. മനസ്സിലായില്ലേ? അതിന് പുറം മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് പറഞ്ഞത്. അതിന് വരുന്ന പുറത്ത് അതിന് വരുന്ന അത് നേടിയെടുക്കാവുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തെ നേടിയെടുക്കാനാണ് ഒന്ന്, ഒരു താല്പര്യം. രണ്ടോ, അതിന് ആരെങ്കിലും ആക്രമിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വരുന്നെങ്കിൽ ഓടുക. ഇത് ഉറുമ്പ് മുതൽ ആന വരെ അതാണ്. ഇക്കണ്ണാണ് മനുഷ്യന്റെ പുറം കണ്ണ്. ഈ കണ്ണിൽ നിന്ന് മനുഷ്യന് ഒന്നും കിട്ടാനില്ല.
ഒരു മരക്കൊള്ളിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഉറുമ്പിന് ലഭിക്കുന്ന എൻജോയ്, ആ എൻജോയ് ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്കും, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കാനഡയിലേക്കും, അവിടുന്ന് ബ്രിട്ടനിലേക്കും, ബ്രിട്ടനിൽ നിന്ന് കരിപ്പൂരിലേക്കും യാത്ര ചെയ്യുന്ന ആൾക്കും അതന്നെ കിട്ടും. എന്തില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഒരു ഹഷബ്, ഒരു മരക്കൊള്ളി, ആ മരക്കൊള്ളിയുടെ മുകളിൽ ഒരു ഉറുമ്പുണ്ട്. ആ ഉറുമ്പ് ഇര തേടാനൊന്നുമല്ല. ചില ഉറുമ്പുകൾ ഇരയൊന്നും തേടല്ല. ചിലപ്പോൾ ഉറുമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണില്ലേ? എന്തിന് ആ എന്തിന് എൻജോയ്. കിട്ടണമെങ്കിൽ തിന്നോ, എന്ത് കിട്ടണമെങ്കിൽ തിന്ന, അത്ര തന്നെ ഉള്ളൂ. ഒരു എന്ന് റസ്സാനത്തിലുണ്ട് ഒരു വരി. എന്നൊരു വരിയുണ്ട്. ഒരു മരക്കൊള്ളിയുടെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഉറുമ്പിനെ പോലെ. ഇതന്നെ ഉറുമ്പിന്റെ കണ്ണോ? ഉറുമ്പിന്റെ കണ്ണെന്ന് പറഞ്ഞാൽ അതിന്റെ ഭക്ഷണത്തെ നേടിയെടുക്കാനും ഉപദ്രവത്തെ ഒഴിവാക്കാൻ, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഇല്ല. ഈ മരക്കൊള്ളിയായി നമ്മൾ സങ്കല്പിക്കുക ഇവിടുന്ന് അമേരിക്കയിലേക്കുള്ള യാത്ര, അമേരിക്കയിൽ നിന്ന് ബ്രിട്ടനിൽ നിന്ന് കരിപ്പൂരിലേക്ക് നടക കൂടി തന്നെ. പക്ഷേ അഫലം യസീറു ഫിൽ അർള് ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ. ഇവിടെ എന്താ പ്രശ്നം അറിയോ? അകക്കണ്ണ് തുറക്കണം. മാനവ സമൂഹത്തിന്റെ യാത്രകൾ കൂടിയ ഈ കാലഘട്ടത്തിൽ മാനവ സമൂഹത്തിന്റെ അകക്കണ്ണെങ്ങാനും തുറന്നിരുന്നെങ്കിൽ അവരിൽ ഒരാൾ പോലും തന്റെ സ്രഷ്ടാവിനെ നിഷേധിക്കൂല. ഒരാൾ പോലും ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങാതിരിക്കൂല. വളരെ ചിന്തിക്കി പറഞ്ഞത്. വൽ ബസർ വൽ ബസീറ, അകം കാഴ്ചയും പുറം കാഴ്ചയും മുതഖാബിലാനി ഫി അസ്രി നശിഅതിഹിമ, അത് രണ്ടിന്റെയും ഉത്ഭവത്തിൽ തന്നെ അത് തികച്ചും വ്യത്യസ്തമാണ്. പുറത്തെ കണ്ണ് അത് കാണുകയില്ല. ഇല്ലൽ അഷ്യാഇൽ ഹിസ്സിയത്തിൽ ഹാദിസ, പുറത്തുള്ള ഈ സാധനങ്ങളെ അല്ലാതെ കാണാൻ അതിന് ഒന്നും കഴിയില്ല. പുറത്തെ സൗന്ദര്യം കാണും, പ്രത്യേക ആസ്വാദനം കാണും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് നാസ്ത കഴിക്കാത്തവരായിരിക്കും ഭൂരിപക്ഷം നാസ്ത കഴിക്കുക. അപ്പോൾ നാസ്ത നമ്മൾ എന്തായാലും പൊരിച്ച പത്തിരി, 4 പൊരിച്ച പത്തിരി കൊണ്ടുവന്ന് വെച്ചു. കുറച്ച് പൊരിക്കാത്ത പത്തിരിയും കുറച്ച് കേരളത്തിൻ്റെ ബഹുമാന്യ ഭക്ഷണമായ 4 പൊറാട്ടയും ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു സങ്കല്പിക്കും. പിന്നെ കുറച്ച് ഒരു മീൻകറി, ഒരു ഇറച്ചിക്കറി, പിന്നെ ഒരു ഗ്രീൻ പീസിൻ്റെ കറി, ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യൻ ആലോചിക്കും, പൊറാട്ട ഇട്ടാൽ ഓൻ ഇറച്ചി വരും. മനസ്സിലാണ്ട് പറഞ്ഞത്. പൊരിച്ച പത്തിലാണെങ്കിലും അപ്പം ഗ്രീൻ പീസും കോമ്പിനേഷൻ നല്ലത്. അതൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് 4 പൂളക്കഷ്ണം പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അവൻ മീൻകറി വരും. പൂളക്ക് നല്ലത് പറ മീന തന്നെ. ഇത് ഉറുമ്പിന്റെ പണിയാണ്. ഇതന്നെ ആനന്റെ പണിയും. ഇതല്ല വലഖദ് കറംനാ ബനി ആദം. ഇതല്ല അള്ളാഹു ബഹുമാനിച്ച സൃഷ്ടിയുടെ പണി. ഇതല്ല അൽ ബസറു വൽ ബസീറ, അകങ്കാഴ്ചയും പുറങ്കാഴ്ചയും മുതഖാബിലാനി, അത് രണ്ട് പരസ്പര വിരുദ്ധ ദിശയിലേക്ക്. അൽ ബസറു ലാ യബ്സു, പുറം കാഴ്ച കാണുകയില്ല. ഇല്ലൽ അഷ്യാ അൽ ഹാദിസത്തുൽ ഹിസ്സിയ, ഈ കാണുന്ന വസ്തുക്കളെ അതിന്റെ ഗുണദോഷങ്ങളെ മനസ്സിലാക്കാൻ മാത്രമേ പുറം കണ്ണിന് കഴിയൂ. എന്നാലോ വൽ ബസീറ ലാ തുബ്സു ഇല്ലൽ മആനിൽ ഖദീമൽ അസലിയ, അകങ്കാഴ്ചയാകട്ടെ എന്നെന്നും നിലനിന്നിരുന്ന യാഥാർത്ഥ്യങ്ങളെയാണ് കാണുക. എന്നെന്നും നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കാണും. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന്നു നാശമില്ല, നാശമുള്ളതുള്ളതല്ല, ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന്നു നാശമില്ല, നാശമുള്ളതുള്ളതല്ല, ഉള്ളതൊന്നും ഉള്ളതല്ല. മനുഷ്യൻ എന്താണ് മനുഷ്യൻ ഇപ്പോൾ സംഭവിച്ചത്? മനുഷ്യന്റെ കയ്യിൽ എമ്പാട് പണമുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ മനുഷ്യന് പണം കിട്ടി. 20-ാം നൂറ്റാണ്ടിൽ മനുഷ്യന് അനർഹമായ കുറെ പണം
മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ കിട്ടി. അപ്പോഴോ പണവും സമ്പത്തും അധികരിച്ചപ്പോൾ മനുഷ്യന് സമയം ധാരാളം ബാക്കിയായി. വൈകുന്നേരം വരെ പണിയെടുത്താൽ 1000 രൂപ കിട്ടുമെങ്കിൽ എത്ര വില കൂടിയാലും ഒരു 10-50 രൂപയ്ക്ക് അരി കിട്ടും. അങ്ങനെ തന്നെയല്ലേ? ഒരു 100 രൂപയ്ക്ക് മീൻ കിട്ടും ആണല്ലോ. അപ്പൊ എത്രയായി? 150 രൂപ. പലവ്യഞ്ജന സാധനങ്ങൾ എത്ര വില കൂടിയാലും ഒരു ആവറേജ് രണ്ടും, നാം ഒന്ന് നമുക്കൊന്ന്, അല്ലെങ്കിൽ നാം 2 നമുക്ക് 2, ഇത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ എല്ലാം പെരയിൽ. ഒരു 4 മക്കൾ, 2 മക്കളും ഒരു വാപ്പയും മീനും, 4 ആൾ, ഒരു 5 ആൾ. 5 ആൾക്ക് പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങാൻ ഒരു 150 രൂപ വേണ്ടി വരും. എത്ര വേണം പറ? എത്ര വേണം? 300. അതാണ് 300. ബാക്കി ഇനി എത്ര ഉണ്ട്? ഇനി എത്ര ബാക്കിയുണ്ട്? 700 രൂപ ബാക്കിയുണ്ട്. നാളെയോ? നാളെ പണിക്ക് വിളിച്ചാൻ വരില്ല. എന്തുകൊണ്ട്? നാളെ കടപ്പുറത്ത് പോകുമ്പോൾ പെണ്ണുങ്ങളെ കൂട്ടി ഇതെങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞേ? 20-ാം നൂറ്റാണ്ടിൽ അർഹതയില്ലാത്ത ഒരു സമ്പത്ത് മനുഷ്യർക്ക് കിട്ടി. പണം അധികരിച്ചപ്പോൾ സമയം ബാക്കിയായി. അപ്പോൾ നാട് ചുറ്റും, ആരും ചുറ്റും. പഴയ കാലത്ത് പെരുന്നാളിന് വരെ വിരുന്നൊക്കെ നേരം ഉണ്ടാവില്ല പണിക്കാരൻ. കാരണം മുതലാളി പറഞ്ഞിട്ടുണ്ട്, പെരുന്നാപ്പള്ളി കഴിഞ്ഞാൽ പാടത്തേക്ക് ആ പാടത്ത് നാളെ മറ്റന്നാൾ അടിയിലാണ് കുറച്ച് പണിയുണ്ട്. ഇത് ശരിയല്ലേ? ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു ദിവസം പണിയെടുത്താൽ ഏതൊരു സാധാരണക്കാരൻ 4 ദിവസം അടിച്ചു വിളിച്ച് നടക്കാം. ആഴ്ചയിൽ 2 പണിയെടുത്താൽ 2000 രൂപ കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാരും ഇന്ന് യാത്ര, എല്ലാവരും യാത്രയാണ്. യാത്ര വളരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്നിട്ട് ആരെന്താ ഉൾക്കൊണ്ടത്? എന്താ കാരണം? ഈ കണ്ണ് മാത്രമേ മനുഷ്യന് ഉപയോഗപ്പെടുത്തുന്നുള്ളൂ, ഇതിനുള്ളിലെ കണ്ണ് ഉപയോഗപ്പെടുത്തില്ല. കടലിൽ തൊഴിലിന് പോകുന്ന ആളുകൾ ഈ സസ്സിലുണ്ട്. കടലിന് തൊഴിലിന് പോകുന്ന ആളുകളുണ്ട്. അവരാണ് എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ കൊണ്ടുവന്നത്. കടലിലേക്ക് തൊഴിലിന് പോകുന്ന ഒരു മനുഷ്യൻ കടലിൽ നിന്നും മീനെടുത്ത് പോരും. മീൻ അവൻ മനസ്സിലായില്ല, 1 കിലോ നമ്മളെ നാട്ടിൽ 200 രൂപയൊക്കെ വിൽക്കുന്നത് കടപ്പുറത്ത് അവൻ 50 രൂപയൊക്കെ വിൽക്കും. അപ്പോഴേ പോകുള്ളൂ. കാരിയർമാർക്കൊക്കെ പൈസ. നമ്മളെ അടുത്തേക്ക് 200 രൂപ കിട്ടുമ്പോൾ അവൻ 50 രൂപ കിട്ടിയ തന്നെ ലാഭമാണ്. അയക്കനെ കിട്ടൂല. എന്തുകൊണ്ട്? എൻ്റെ അടുത്തട്ട് മുതലാളിമാരൊക്കെ ഒരുപാടുണ്ടാവും. കടലിൽ പോയി ഈ സസ്സിലുണ്ട്. കടലിൽ പോകുന്ന തൊഴിലാളികൾ ഈ സസ്സിലുണ്ട്. ഒരു നേരെ സുബഹി നിസ്കരിച്ചാൽ കടലിൽ പോകും. ഏറ്റവും കൂടുതൽ തലച്ചോറ് വർക്ക് ചെയ്യുന്ന ഒരു നേരാണ് ആ നേരം. എല്ലാത്തിനും നേരാണ്. ഭയങ്കര പ്രത്യേകമായ അന്തരീക്ഷത്തിനൊരു പ്രത്യേക ഭാവമുള്ള സമയമാണ് ഈ അതിരാവിലത്തെ സമയം. അവൻ കടലിൽ പോകും. കടലിൽ പോയിട്ടോ, കടലിൽ പോയി അവൻ തിരിച്ചു വരും. എന്നിട്ട് പിന്നെ അവൻ രാത്രി 10 മണി വരെ മൊബൈലിൽ സിനിമ കാണും. ഉദാഹരണം, ഇവിടെ പോകുന്ന ആളുകൾ കാണുന്നല്ല പറഞ്ഞിടത്തും ഭൂരിപക്ഷം. അല്ലെങ്കിൽ 500 രൂപയ്ക്ക് സാധനം പൊരയൊക്കെ കൊടുത്ത് ബാക്കി 500-ന് പറയടോ വെള്ളം കുടിക്കും. മനസ്സിലായോ പറഞ്ഞത്? അർജന്റീന തോറ്റാലും കുടിക്കും, ജയിച്ചാലും കുടിക്കും. തോറ്റിന് എന്ത് സങ്കടം. എന്താ പറയാ ബ്രസീൽ തോറ്റ വകയിൽ കുടിച്ചു. അർജന്റീന ജയിച്ചപ്പോൾ കുടിച്ചു. ബ്രസീൽ തോറ്റപ്പോൾ തോറ്റ കുടി, അർജന്റീന ജയിച്ചപ്പോൾ ജയിച്ചു. എന്താണെങ്കിലും കുടിക്കും. ചിന്തിക്ക്. മകളെ കെട്ടിച്ചാൽ കെട്ടിക്കളെ തലേ രാത്രി ചോയ്ക്കുടി. മകളെ കെട്ടിച്ചില്ലെങ്കിലോ സങ്കടത്തിൽ കുടി. ഇതാണ് കുടി തന്നെ. മകക്ക് നല്ലൊരു പുടിയാപ്പിള വന്നിട്ടില്ലെങ്കിൽ അതിനെ സങ്കടത്തിൽ കുടിക്കും. കെട്ടിക്കാനെ പുടിയാപ്പിളക്ക് വന്നു, കല്യാണം ജോറായി, നാളെ കല്യാണമാണെങ്കിൽ തലേന്ന് രാത്രി പറയടോ സന്തോഷത്തിൽ കുടിക്കും. ഇല്ലെങ്കിലോ ദുഃഖത്തിൽ കുടിക്കും. എന്താണ് എന്തോ ഹൈസിയത്ത് ഇങ്ങനെമാവും. കല്യാണ തലേന്നും കുടിക്കും. മകക്ക് കല്യാണം വന്നിട്ടില്ലെങ്കിൽ കുടിക്കും. മകക്ക് കല്യാണം വന്നിട്ടില്ലെങ്കിൽ ദുഃഖത്തിൽ കുടിക്കും. മകക്ക് കല്യാണം വന്നാലോ സന്തോഷം കുടിക്കും. എന്താവും കുടിക്കും. ചിന്തിക്ക്. യഥാർത്ഥത്തിൽ ഈ കടലിൽ പോകുന്ന മനുഷ്യൻ കടലിനെ പറ്റി ഒരു ഒറ്റവട്ടം ചിന്തിച്ചാൽ അല്ലാഹ് നല്ലാത്ത വാക്ക് പറയില്ല. എന്താണ് അത്ഭുതം! എന്താണ് കടലെന്ന അത്ഭുതം? എന്താ കടലിൽ ശുദ്ധജല സംഭരണികളുമുണ്ട്, ഉപ്പുജല സംഭരണികളുമുണ്ട്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ.
കടൽ എന്നതൊരു പാത്രം. ആ പാത്രത്തിൽ 2 തരം വെള്ളം രണ്ടായി നിൽക്കുക. ഇതിനേക്കാൾ വലിയ അത്ഭുതം എന്താ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? കുറച്ച് ഉപ്പുവെള്ളം ഒഴിച്ചു, പിന്നെ നിങ്ങൾ കുറച്ച് ശുദ്ധവെള്ളം ഒഴിച്ചു. എന്നാലോ നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചോനെ. എന്നാലോ രണ്ടിൻ്റെ അടിയിൽ ഒരു വര അങ്ങനെ വരച്ചു വെച്ചു മുകളിൽ. എന്നിട്ട് ഇനി വെള്ളം കുടിക്കാൻ പറ്റും നിങ്ങൾക്ക്? നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല. ചിന്തി ഈ ഒരൊറ്റ കാര്യം ഈ ഒരൊറ്റ കാര്യം ചിന്തിക്കുന്നു. കടലിൽ ശുദ്ധജല സംഭരണികളുമുണ്ട്, ഉപ്പുജല സംഭരണികളുമുണ്ട്. അങ്ങിങ്ങായി ശുദ്ധജല സംഭരണികളുണ്ട്. അറിവുള്ളവർക്ക്, അത്രത്തോളം അറിവുള്ള ആളുകൾക്ക് കടലിൽ പോകുന്ന ശുദ്ധജലം കൊണ്ടുപോകേണ്ട ചില ഏരിയകൾ എന്തുമാത്രമുണ്ട്? ശുദ്ധജലം മാത്രം. മർജൽ ബഹ്റൈൻ, 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 2 സമുദ്രം. ഏതാ 2 സമുദ്രം? ഉപ്പുജലാശയവും ശുദ്ധജലാശയവും. മർജൽ ബഹ്റൈൻ. ആ 2ന്റെ ഏരിയ ഒരു പ്രത്യേകതയുണ്ട്. യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മുത്തും പവിഴവും ആ ഏരിയയിൽ നിന്ന് ലഭിക്കുന്നു. മനസ്സിലായില്ല? മുത്തും പവിഴവും അവിടെ നിന്ന് ലഭിക്കും. യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ മറജൽ ബഹ്റൈൻ. 2 സമുദ്രവും യൽതഖിയാനി, അവ പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട്. അതായത് കടൽ എന്ന ഒരു പാത്രത്തിൽ 2 തരം വെള്ളം. ബൈനഹുമാ ബർസഖുൻ, ആ 2 കടലിന്റെയും ഇടയിൽ ഒരു മറയുണ്ട്. ലാ യബ്ഗിയാൻ, അവ പരസ്പരം ആക്രമിച്ച് കിടക്കുകയില്ല. ഏതാ മറ? ഒരു മറയില്ല. എന്താ മറ? കൽപ്പന. നീ അങ്ങോട്ടും പോണ്ട, നീ ഇങ്ങോട്ടും പോണ്ട. ആരുടെ കൽപ്പന? അള്ളാഹ് പറഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ ചെമ്പ്, ഒരു 20 ഓറ 100 പറക്ക് പിഴുങ്ങുന്ന ഒരു ചെമ്പ്, ആ ചെമ്പിൽ നിങ്ങൾ പകുതി ഭാഗം എന്ത് ഒഴിച്ചു? ഉപ്പുജലം ഒഴിച്ചു. എന്നിട്ടോ ശുദ്ധജലം ഒഴിച്ചാൽ നിങ്ങൾക്ക് ഒരു ഏരിയയിൽ നിന്ന് ശുദ്ധജല ഗ്ലാസ് കൊണ്ട് കോരാനും മറ്റേ ഏരിയയിൽ നിന്ന് ഉപ്പുജലം കോരാനും കഴിയോ? കഴിയോ? ഇല്ല. മർജൽ ബഹ്റൈൻ യൽതഖിയാൻ, ആ പരസ്പരം അങ്ങനെ കണ്ടുമുട്ടി നിൽക്കുക. മനസ്സിലാണ്ട് പറഞ്ഞത്? ഒരു ഏരിയയിൽ ഉപ്പുജലം, ചില ഏരിയകളിൽ എന്തുണ്ട്? ശുദ്ധജലം. മർജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ, അത് 2ന്റെയും ഇടയിലുണ്ട് ബർസഖുൻ, ഒരു ബർസഖ്, ഒരു ഇട ഏരിയ. ലാ യബ്ഗിയാൻ, മനസ്സിലായോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് കിടക്കുകയില്ല. അതായത് ശുദ്ധജലം ഉപ്പുജലത്തിലേക്ക് ചേരില്ല, ഉപ്പുജലം ശുദ്ധജലത്തിലേക്കും ചേരില്ല. അതേ അവിടെ നീ പോയിട്ട് എന്ത് ചെയ്യാ? ഈ ശുദ്ധജല സംഭരണിയിൽ നിന്ന് ശുദ്ധജലവും, ഇപ്പുറത്ത് കടൽ ഉപ്പുജല സംഭരണിയിൽ നിന്ന് ഉപ്പുജലവും നീ ഒരു പാത്രത്തിൽ ചേർന്നാലോ, എടുത്തു കോരിയാലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ട് കൂടും. ഇതോ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. മനുഷ്യൻ ചിന്തിക്കൂല. ആ ഒരൊറ്റ കാര്യം ചിന്തിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരിക്കലും അള്ളാഹ് നല്ലാതെ പറയാതിരിക്കൂല. എന്താ കടലിന്റെ വിശാലത? മനസ്സിലായോ? ചിന്തിക്ക്. മനുഷ്യൻ വളരെ വളരെ ഗൗരവമായി ചിന്തിക്കണം. മർജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ. പിന്നെ യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അങ്ങനെ പറയേ. വലഹുൽ ജബാരിൽ മുൻശആതു ഫിൽ അഅ്ലാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മനസ്സിലായില്ലേ? കടലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില യാത്രാ വാഹനങ്ങൾ വെച്ചിട്ടുണ്ട്. ആ യാത്രാ വാഹനങ്ങൾ ഏതുപോലെയാണ്? വലഹുൽ ജബാരിൽ മുൻശആതു ഫിൽ അഅ്ലാം, പർവ്വതങ്ങളെ പോലെ നീങ്ങിപ്പോകുന്ന ചില വാഹനങ്ങൾ, അഥവാ കപ്പലുകൾ. ആ കപ്പലിങ്ങനെ പോകണ്ടാൽ എന്ത് തോന്നും? അത് പർവ്വതങ്ങളാണെന്ന് തോന്നും.
ഈ ആയത്തിറങ്ങുന്ന കാലത്ത് അങ്ങനെ ഒരു കപ്പൽ ലോകത്ത് ഇല്ല. ഇന്നങ്ങനെയാ. ഇന്ന് 25, 35, 45, 50 നിലകളുള്ള അതിൻ്റെ അപ്പുറം നിലകളുള്ള കപ്പലുകൾ. ആ കപ്പൽ ഇന്ന ഇത് കാണാത്ത ജനം അത് വിശ്വസിച്ചു. ഒരാളും ചോദ്യം ചോദിച്ചില്ല. കണ്ട ജനം വിശ്വസിച്ചില്ല. എന്തുകൊണ്ട്? അവർ കുൽക്കണ്ണ് തുറന്നു, ഇവർ കുൽക്കണ്ണ് തുറന്നില്ല. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല. ഈ ആയത്ത് പുണ്യ റസൂൽ ഓതി കേൾപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സഹാബി ചോദിച്ചോ, നബിയെ അങ്ങനത്തെ ഒരു പർവ്വതങ്ങളെ പോലത്തെ കപ്പലൊന്നും ഇല്ലല്ലോ, ഏറി വന്നാൽ ഒരു തട്ട് 2 തട്ട് 2 തട്ടുള്ള കപ്പലില്ല, ഇനി എന്തെങ്കിലും തന്നെ ഇത്രയേ ഉള്ളൂ. ഇന്നോ 2 തട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു വിശാലമായ നൗക, അതിൻ്റെ ഇടഭാഗത്ത് എവിടെയെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു ലേശം ഒരു മരക്കഷ്ണം കെട്ടിപ്പൊക്കിയിട്ട് ഓവർലോഡുള്ള ആളുകൾക്ക് അവിടെ കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അതാണ് ഈ ആയത്തിറങ്ങുന്ന കാലഘട്ടത്തിലെ കപ്പൽ. എന്നിട്ട് ഖുർആൻ എന്തേ പറഞ്ഞ് കല്ലാമില്ല. എന്നാൽ ഇത് ഖുർആന്റെ മുഅ്ജിസത്താ. ഈ ആയത്തിറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു കപ്പൽ ലോകത്ത് ഇല്ല. ഈ ആയത്തിനെ ഒരു സഹാബി ചോദ്യം ചെയ്തില്ല. ഇന്നോ മുസ്ലിം നാമധാരിക്ക് നിരീശ്വരമതിയാവുന്ന പണിയാ. കപ്പലവന്റെ മുന്നിലുണ്ട്. ഈ ആയത്തിറങ്ങുമ്പോൾ ഇങ്ങനൊരു കപ്പൽ ലോകത്തില്ല. വലഹുൽ ജബാരിൽ മുൻശാഅതു ഫിൽ അഅ്ലാ കൽഅഅ്ലാം ഫബിഅയി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. പർവ്വതങ്ങളെപ്പോലെ ചലിക്കുന്ന കപ്പലുകളും ഉണ്ട്, ഈ സമുദ്രങ്ങളിൽ ഉണ്ട്. മനുഷ്യന് അള്ളാഹു അത് വഴിപ്പെടുത്തി കൊടുത്തിട്ടും ഉണ്ട്. എന്നായത്തിറങ്ങുന്ന കാലത്ത് കൽഅഅ്ലാം, ഭീമപർവ്വതങ്ങളെപ്പോലെ. അങ്ങനെയാണ് ലോകത്തെ കപ്പലുകളൊക്കെ 50-60 നിലകളുള്ള കപ്പലുകൾ. ആ കപ്പലുകളിൽ ഫുട്ബോൾ കോർട്ട്, ടെന്നീസ് കോർട്ട്, 5 സ്റ്റാർ ഹോട്ടലുകൾ, എല്ലാം ഡാൻസ് ബാർ, അല്ലാത്തത് നിങ്ങൾക്ക് പറഞ്ഞു എന്തൊക്കെയാണോ അതൊക്കെ എല്ലാം കൊല്ലങ്ങളോളം കപ്പലിൽ ഇറങ്ങാതെ കപ്പലിൽ ജീവിക്കുന്നവരുണ്ട്. എല്ലാ സൗകര്യം കപ്പലുണ്ട്, എല്ലാം. ഈ ആയത്തിറങ്ങുന്ന കാലത്ത് അങ്ങനത്തെ ഒരു കപ്പൽ ഇല്ല. ഈ വെള്ളം അതിങ്ങനെ വഹിച്ചു കൊണ്ടുപോവുക. ഇത് കണ്ടാൽ മതി. ഈ കഴിവൊക്കെ കൊടുത്തത് ആരാ? അപ്പോൾ ഈ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇങ്ങനത്തെ കപ്പൽ വരുന്ന കാര്യമാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. എന്നാൽ അന്ന് അങ്ങനത്തെ ഒരു കപ്പൽ ലോകത്ത് ഇല്ല. നിങ്ങൾ ചിന്തിക്കുക. മനുഷ്യന്റെ അകക്കണ്ണ് പുറംകണ്ണ് 2 അവസ്ഥ. പുറംകണ്ണ് മുകൾ ഭാഗം മാത്രമേ നോക്കൂ. അകംകണ്ണ് തുറന്ന് കിട്ടിയാൽ തുറന്നാൽ അകം കണ്ണ് തുറന്നാൽ അത് അള്ളാഹുവിൻ്റെ അടയാളമല്ലാതെ മറ്റൊന്നും കാണൂല. ഇന്ന് നമുക്ക് അകം കണ്ണ് തുറക്കൂല. എന്തുകൊണ്ട്? അകം കണ്ണ് കെട്ടുപോയി. യാസീനിലുണ്ടല്ലോ കണ്ണ് കെട്ടുപോകുന്നതിനെ കുറിച്ചൊരു ആയത്ത്. എവിടെയാണ് ആയത്ത്? ലാസ്റ്റ് ഭാഗത്ത് യാസീനിലുണ്ടല്ലോ, ലാസ്റ്റ് ഭാഗത്തായിട്ട് കണ്ണ് കെട്ടുപോകുന്നതിനെ കുറിച്ച് ഉണ്ടല്ലോ. ലാസ്റ്റ് ഭാഗത്ത് ഉണ്ടല്ലോ. വർക്കോട് അലമ അഹദിയിലേക്കും യാ ബനീ ആദം അല്ലാ തഅബുദു ശൈത്വാൻ وأن يعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم ولو نشاء لطمسنا على أعينهم അല്ലേ? എങ്ങനെ? ولو نشاء لطمسنا على أعينهم. അവരെ കണ്ണിൻ്റെ മേൽ നാം ആ കാഴ്ചയെ കെടുത്തിക്കളയും നാം ഉദ്ദേശിച്ചാൽ. മനസ്സിലായോ? ولو نشاء لطمسنا على أعينهم فاستبقوا الصراط. പിന്നെ അവർ എന്ത് കാണാനാണ്? മനസ്സിലായോ? അതേപോലെ കണ്ണടയുന്ന, കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തുന്ന ഒരായത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. പിന്നെ എന്ത് കാണാനാണ്? ഈ പറഞ്ഞ ആളുകൾക്ക് ഇതിന് രണ്ടാമത്തെ അർത്ഥം എന്ത്? ഉള്ളിലെ കണ്ണാൻ കെട്ടുപോയി. പിന്നെ അവർക്ക് ഉള്ളിൽ നിന്നൊന്നും കാണാൻ കഴിയില്ല. പുറത്തെങ്ങനെ കാണും? ഉറുമ്പ് കാണാൻ അവരും കാണും. ഉറുമ്പിന് ഭക്ഷണം കിട്ടണം, നമുക്ക് ഭക്ഷണം കിട്ടണം. ഉറുമ്പിന് പോയി ഇങ്ങനെ നടന്ന് അരിമണി തിന്നും, നമ്മൾ കച്ചവടം ചെയ്തും പണിയെടുത്തും പൈസ ഉണ്ടാക്കും.
ഉറുമ്പ് നേരം വെളുത്താൽ എന്ത് ചെയ്യും? ഭക്ഷണം തേടിപ്പോവും. നമ്മൾ ഭക്ഷണം തേടിപ്പോവും. ഉറുമ്പ് അരിമണി തേടിപ്പോവും. നമ്മൾ ഫാക്ടറിക്ക് ജോലിക്ക് പോവും. കണ്ണ് ആരുടെ തന്നെ പറയാം? ആരുടേത്? ഉറുമ്പ്. പിന്നെ ആരുടേത്? ആനയുടെ കണ്ണ്. പിന്നെ ആരുടേത്? പോത്തിന്റെ കണ്ണ്. പിന്നെ ആരുടേത്? പിന്നെ ആരുടേത്? കുരങ്ങിന്റെ കണ്ണ്. കുരങ്ങിന്റെ കണ്ണിന്റെ കഴിവ് നമുക്കില്ല. മനസ്സിലാവേണ്ട പറഞ്ഞത്. നിങ്ങളാ താമരശ്ശേരി ചുരത്തുമ്മൽ ഒരു പാക്ക് ബിസ്ക്കറ്റ് കൊണ്ട് നിൽക്കി. നിങ്ങൾ ആ താമരശ്ശേരി ചുരത്തിൻ്റെ അവിടെ പോയിട്ട് ഒരു പാക്ക് ബിസ്ക്കറ്റ് കൊണ്ട് നിൽക്കി. നിങ്ങൾ എത്ര വലിയ ഷാത്തറാണെങ്കിലും 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് കുരങ്ങടെ എടുത്തിരിക്കും. നിങ്ങൾ അങ്ങോട്ട് തിരുമ്പോ കുരങ്ങാകും അല്ലേ? പറ. നിങ്ങൾ താമരശ്ശേരി ചുരം വഴിയൊന്നും പോയിട്ടില്ലേ? അപ്പൊ ആരുടെ ശക്തി? ആരുടെ ശക്തി? കുരങ്ങ് കാഴ്ചയിൽ മനുഷ്യനേക്കാൾ കണ്ണിങ്ങാണ് ആര്? കുരങ്ങ്. ഈ കുരങ്ങാരാ? നിന്ദ്യരായ കുരങ്ങ് ഇതാരാ? കുരങ്ങിന് ഈ ശക്തി കൂട്ടും. എന്നിട്ടും അവർ നിന്ദ്യർ. ആ കാഴ്ച ശക്തി നമ്മുടെ കണ്ണിനില്ല. എന്നിട്ട് വലക്കത് കറംന. അതെങ്ങനെ ഉണ്ടാവുക? ഇതാണ് കണ്ണെങ്കിൽ അതിൻ്റെ കൂടെ ഇല്ല. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. കാഴ്ചശക്തിയിൽ മനുഷ്യനെ വെല്ലുന്ന എത്ര ജീവികളുണ്ട്. ഗരുഡന്മാർ. മനസ്സിലായില്ലേ? വേറെ ഉണ്ടല്ലോ ഗൾഫിലൊക്കെ ഉള്ളൊരു പ്രത്യേക പരുന്തുണ്ടല്ലോ. എന്താ അതിന് പറയുക? ഈകളല്ലാത്ത എന്താ അതിന് പറയുക? വേറെ സിസ് പരുന്തുണ്ടല്ലോ. എന്താ അതിന് പറയുക? അറബികളൊക്കെ പോറ്റുന്ന എന്താ സഹർ എന്നാൽ അതിന് ഇംഗ്ലീഷ് വേർഡ് ഉണ്ടല്ലോ. ഫാൽക്കൺ. എന്താ അതിൻ്റെ ശക്തി? അതായത് കിലോമീറ്റർ അപ്പുറത്ത് സമുദ്രത്തിൻ്റെ 1ാം ലെയറിൽ മറഞ്ഞു കിടക്കുന്ന ഈ മത്സ്യത്തെ എത്രയോ ഇപ്പുറത്തുനിന്ന് ഇത് കാണും. ഫാൽക്കൺ കാണുന്നു. ഒറ്റ കുതിപ്പ്. കടൽ മുങ്ങുന്നു, എടുക്കുന്നു, വരുന്നു. കണ്ടിട്ടില്ല? ഭയങ്കര. മനസ്സിലായോ? അതായത് എത്രയോ ദൂരെയുള്ള മത്സ്യത്തെ ആര് കാണും? ഫാൽക്കൺ കാണും. അങ്ങനെ പലതും. ഒരു കാട്ടിൽ ഉടുമ്പ് എഴയുന്നത് ദൂരെ 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 കാണും. എത്ര ശക്തിയാ ഫാൽക്കൺ! ഭയങ്കര ശക്തി. എന്നിട്ടോ കൃത്യമായി ലാൻഡ് ചെയ്യും. എടുക്കും. എന്ത് സ്പീഡാ! എന്നിട്ടും അതൊന്നും പ്രധാനപ്പെട്ട ജീവിയല്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഗേറ്റിൻ്റെ അടുത്ത് കാൽപെരുമാറ്റം നടക്കുക. അപ്പോൾ നായക്കുട്ടി കിടന്നുറങ്ങുക. ചെങ്ങലയിൽ കെട്ടിയിട്ട് നായക്കുട്ടി കിടന്നുറങ്ങുമ്പോൾ എത്രയോ ഒരു 100-150 മീറ്റർ അപ്പുറത്ത് എന്ത് ചെയ്തു? മുറ്റത്തിന് ബൗണ്ടറി കെട്ടിയെടുത്തുള്ള ആ ഒരു ഗേറ്റിൻ്റെ അപ്പുറത്ത് കാൽപെരുമാറ്റം വരുന്നു. ആ സമയത്ത് ഇപ്പുറത്ത് നായക്കൂട്ടിൻ്റെ അടുത്ത് ചെങ്ങലയിൽ കെട്ടിയിട്ടതാണ് ആരെ? നായയെ. കാൽപെരുമാറ്റം വരുമ്പോഴത്തിന് ചെവി കുടഞ്ഞ് ഇങ്ങനെ നോക്കും. ആര്? നായക്ക് അത്രയും വലിയ കേൾവിശക്തി. ഒരു കാൽപെരുമാറ്റം ഒരു 200 മീറ്റർ 300 മീറ്റർ അപ്പുറത്ത് കാൽപെരുമാറ്റം. നായ ഒറ്റ നോട്ടം. യജമാനാണോ? പിന്നെ അങ്ങനെ നടക്കും. അന്യനാണോ? കുറക്കാൻ തുടങ്ങും. ആണോ? അല്ലേ? പറയേ. ഈ കഴിവാരുടേതാ? നായ മുകളിലായത് സാർ. അപ്പൊ ഇതിനുള്ള കഴിവാണെങ്കിൽ അതൊക്കെ അല്ലേ വിളക്കത് കറംന കെൽപ്പൻ. അങ്ങനെയല്ലേ പറയേണ്ടത്? വിളക്കത് കറംന ഗരുഡൻ അങ്ങനെയല്ലേ പറയേണ്ടത്? വിളക്കത് കറംന ഈഗളൻ അങ്ങനെയല്ലേ പറയേണ്ടത്? അപ്പൊ എന്റെ അവിടെ പ്രശ്നം മനുഷ്യനെ 2 തരം കാഴ്ച ഉണ്ട്. അകക്കാഴ്ചയും പുറം കാഴ്ചയും. അകക്കാഴ്ച കെട്ടുപോയാൽ കഴിഞ്ഞു. അകക്കാഴ്ച എപ്പോഴാ കെടുക? ഒറ്റ വാക്കുകൊണ്ട് ഉത്തരം പറഞ്ഞിട്ട് ബാക്കി അടുത്ത ക്ലാസ് വിശദീകരിക്കും.
എപ്പോഴും അകക്കാഴ്ച വിടുക. മനുഷ്യൻ്റെ അകക്കാഴ്ച മനുഷ്യനേ ഉള്ളൂ, അതിന് അകക്കാഴ്ച കെട്ടുപോകും. എപ്പോഴും അകക്കാഴ്ച കെട്ടുപോവുക. ഹൃദയത്തിന്റെ കുരുട് എന്ന് പറഞ്ഞാൽ അകക്കണ്ണ് അടഞ്ഞു പോകലാണ്. ഒരാളുടെ അകക്കണ്ണ് അടഞ്ഞിട്ടുണ്ട് എന്നതിന് അയാൾക്ക് ചില അടയാളങ്ങൾ പറയാം. അപ്പൊ എൻ്റെ അകക്കണ്ണ് അടഞ്ഞാണോ തുറന്നാണോ ഉള്ളത് എന്നതിന് എനിക്ക് അടയാളം പറഞ്ഞുതരാം. നിങ്ങളത് തുറന്നില്ലെന്ന് എനിക്കറിയില്ല, ഇൻ്റെത് എനിക്ക് അടയാളം കേട്ടോളൂ, മറക്കരുതേ. ഇനി നമുക്ക് ചിന്തിക്കാം, എൻ്റെ അകക്കണ്ണ് തുറന്നിട്ടുണ്ടോ അകഞ്ഞിട്ടുണ്ടോ ഓരോരുത്തർക്കും ചിന്തിക്കാം. നിങ്ങളത് എനിക്ക് പറയാൻ കഴിയില്ല, എൻ്റെത് എനിക്കും പറയാൻ കഴിയില്ല. പറയാം, ഒരപ്പുറത്തേക്ക് പോകണം, വിലായത്തിന് മർത്തബയിലെത്തും. മനസ്സിലായില്ലേ? അകക്കണ്ണ് അടഞ്ഞു എന്നതിന് ചില അടയാളങ്ങളുണ്ട്. ഓരോരുത്തരും ഈ അടയാളങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ അടയാളം ഉണ്ടെങ്കിൽ ഉറപ്പാണ് അവൻ്റെ അകക്കണ്ണ് അടഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അകക്കണ്ണ്? അകക്കണ്ണ് അടഞ്ഞിട്ടുണ്ട് എന്നതിന് ചില അടയാളങ്ങൾ ഉണ്ട്. ഏതാണ് അടയാളങ്ങൾ? ഇർസാലുൽ ജവാരിഹി ഫീ മഅസില്ലാഹ്, അള്ളാഹുവിന് എതിരായ കാര്യത്തിൽ അവയവങ്ങളെ അഴിച്ചുവിടുന്നതിന് വ്യക്തിക്ക് മടിയില്ലാതിരിക്കുക. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ ശരീരങ്ങളെ അഴിച്ചുവിടുന്നതിന് വ്യക്തിക്ക് മടിയില്ലാതിരുന്നാൽ മനസ്സിലാക്കാം എന്ത്? അവന്റെ അകക്കണ്ണ് അടഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? പള്ളി കയറി ബാങ്ക് കൊടുത്തു, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, അവിടെ ഇരുന്നു. ഇഖാമത്തിന് ഇനിയും 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ എടുത്തു, മൊബൈൽ എടുത്തു. അതിൻ്റെ എന്ത് ചെയ്തെന്നറിയോ? ശബ്ദമൊക്കെ കുറച്ച് സൈലൻ്റ് ആക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അർജുനൻ്റെ കളിയുണ്ട്. എവിടുന്ന് പറ, എവിടുന്ന്? പള്ളിന്ന്. കളി കഴിഞ്ഞിട്ട് പൂർത്തിയായിട്ടില്ല, തിരക്കൊണ്ട് കണ്ടിട്ടില്ല. ഏതായാലും ഇപ്പോൾ 15 മിനിറ്റ് ഉണ്ടല്ലോ, എന്തിന് പറ, എന്തിന്? ആ ബാക്കിയുള്ളത് കാണുക, ആക്കടാ കുട്ടികളി, അങ്ങനെ കുട്ടികളി, അങ്ങനെ കൂടിക്കോളൂ. മനസ്സിലായില്ലേ? ഇർസാലുൽ ജവാരിഹി ഫീ മഅസില്ലാഹ്, അല്ലാഹുവിന് എതിരായ കാര്യങ്ങളിൽ അവയവങ്ങൾ അഴിച്ചുവിടുന്നതിന് ഒരു വ്യക്തിക്ക് മടിയില്ലെങ്കിൽ മനസ്സിലാക്കാം അവന്റെ അകക്കണ്ണ് അടഞ്ഞിട്ടുണ്ട്. സിനിമയാണ്, ഡാൻസാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സ്വർഗ്ഗം നരകൊക്കെ പിന്നത്തെ കാര്യമാണ്. ഇവിടെ അകക്കണ്ണ് അടഞ്ഞോ തുറന്നോ? എന്താ ഇവിടുത്തെ ചർച്ച? അകക്കണ്ണ് തുറന്നാലോ? وأجنحة تطيش بغير ريش إلى ملكوت رب العالمين. തുവലില്ലാതെ പറക്കുന്ന ഹൃദയത്തിന്റെ ചിറകുകൾ അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് പോകും. എന്ത് തുറന്നാൽ? തുവലില്ലാതെ പറക്കും ചില ചിറകുകൾ. ഹൃദയത്തിന്റെ ചിറകിന് എന്ത് വേണ്ട? എങ്ങോട്ടാ പോവാ? ഇലാ മലക്കു, എന്റെ കൂടെ ഇല്ലേ? അകക്കണ്ണ് തുറന്നു കിട്ടിയാൽ നമ്മുടെ ഹൃദയം പറക്കും. ആരടുത്തേക്ക്? എത്ര എത്ര ചിറകുകളുണ്ട്. അത് തൂവലില്ലാതെ പറക്കും ചിറകുകൾ. ഹൃദയത്തിന്റെ ചിറകിന് എന്തില്ല? പറയടൂ, തൂവലില്ല. എങ്ങോട്ടാ പറക്ക? ഇല്ല മലക്കൂട്ടി പിലാലം. സെക്കൻഡ് تطيش بغير ريش إلى ملكوت رب العالمين. الله 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 عليه توكل الله الله الله. حسبي ربي جل الله حق لا إله إلا الله. حسبي ربي جل الله. പിന്നെയോ വൽ ഇൻഹിമാകു ഫിൽ ഗഫ്ലത്തി അനില്ലാഹ്.
അകക്കണ്ണ് അടഞ്ഞു എന്നതിന്റെ രണ്ടാമത്തെ തെളിവ് വൽ ഇൻഹിമാഖു ഫിൽ ഗഫ്ലതി അനില്ലാഹ്, അല്ലാഹുവിനെ തൊട്ടുള്ള അശ്രദ്ധയിൽ ഹൃദയങ്ങൾ വ്യാപരിക്കുക. അങ്ങനെ ജീവിക്കുക. കൽബിൽ ആര് വരുന്നില്ല? അല്ലാഹ്. അങ്ങനെ പോവന്നെ, അങ്ങനെ പോവാ. സർക്കസ് കാണാൻ പോവല്ലേ? ആ പോവാ. സർക്കസ് ഒക്കെ കണ്ടു. അങ്ങനെ അങ്ങനെ പോകുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു നമുക്ക് ആനമയിലൊട്ടം കളിക്കല്ലേ? കളിക്കാം. എൻ്റെ കുട്ടിക്കാലത്തേനും ആനമയിലൊട്ടം കപ്പ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് സ്കൂൾ ആനിവേഴ്സറി ഒക്കെ ഉണ്ടായാൽ ആനമയിലൊട്ടകത്തിൻ്റെ ഇതുകൊണ്ട് 50 പൈസ ബേ രാജാവേ. മനസ്സിലായില്ല? ആനമയിലൊട്ടകം മനസ്സിലായില്ല? അങ്ങനെ എന്തേ അങ്ങനെ പോവാ. അങ്ങനെ പോവന്നെ. ചങ്ങായി പറഞ്ഞു നമുക്ക് സർക്കസിന് പോകാൻ. ആ സർക്കസ് ഭാരത സർക്കസ് ഉണ്ട് മഞ്ചേരി. ആ പോവാം. കൊണ്ടോട്ടി. ആ പോവന്നെ. ചൈനീസ് സർക്കസ് ഉണ്ട് കോഴിക്കോട്. ആ പോവന്നെ. അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഞാൻ ഔലിയ പാപ്പ വരുന്നുണ്ട് ഇവിടെ രാമനാട്ടിന്, അവിടെ പോകില്ല. ആ പോവുക. ഔലിയ പാപ്പിമാട് തന്നെയാണല്ലോ. ഭാരത സർക്കസും വേണം ഔലിയ പാപ്പിയും വേണം. അവിടെ അങ്ങനെ അവിടെ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലുണ്ട് വേറെ ആൾ പറഞ്ഞു എന്ത് ഞാൻ ഇന്ന സ്ഥലത്ത് ഞാൻ ഇന്ന പന്ത് കളിൻ്റെ സമാപനമാണ്, പോയാലോ? ആ പോവന്നെ. അപ്പോൾ അങ്ങോട്ട് പോയി. അത് അവിടെ പന്തലിൻ്റെ സമാപനം 6 മണി 4:30 മണി 5 മണിക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ മറ്റേ ചങ്ങായി വന്നാൽ പറഞ്ഞു ഇന്നാലിൻ്റെ ബാലിൻ്റെ സമാപനമാണ്, മറ്റൊരുത്തിൻ്റെ ആലിമുല്ല എല്ലാമ വരുന്നുണ്ട്, നമുക്ക് അവിടെ പോയാലോ? ആ പോവാ. പോകുന്നെ. ഓൻ ബാലിനും പോവും. പറയടോ ബാലിനെ കണ്ടു മോൻ സാരിയാന്ന് വിചാരിക്കണ്ട. ഓൻ്റെ കൂടെ അപ്പുള്ളവൻ എന്ത് പറഞ്ഞു? പറയടാ. ബാല് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലക്ക് പന്തൽ കഴിഞ്ഞാൽ പിന്നെ ബാലിന് പോകലാണ് നല്ലത്. എന്തുകൊണ്ട്? ബാലിൻ്റെ സമാപനമാകുമ്പോൾ ഒരു കീസ് ബിരിയാണി ഉണ്ടാവും. മനസ്സിലായില്ല? ഒരു കഷ്ണം ബത്തക്കിയും ഒരു ചായ മാത്രമേ ഉണ്ട്. എവിടുന്ന് കിട്ടിയത്? അതിനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ബാലിൻ്റെ സമാപനം കേട്ട്. അപ്പോൾ ഏതായാലും കുറച്ച് നേരം പോകിയാലും എന്ത് കിട്ടുമല്ലോ? പറയടോ ഒരു 10, 100, 80, 100 റുപ്യേൻ്റെ സാധനം അവിടെ പോയാൽ കിട്ടും. അപ്പോൾ അതിന് പോയി. അങ്ങനെ പോയെന്നെ. അപ്പോഴാണ് ബാലിന് വന്ന 1ാം സീറ്റിൽ ഇരുന്നപ്പോൾ ബാക്കിയുള്ളവർ എൻ്റെ കൈ പിടിച്ച് മുട്ടി. എന്തുകൊണ്ട്? ബാലിന് എല്ലാവരും വരുന്നതിന് മുമ്പ് എന്നെ എത്തിച്ചേർന്ന അവൻ പഴിച്ചിട്ട് വന്നതാണ്. എവിടുന്ന് വരിക? അവൻ 10 മണിക്ക് രാജ്ഭാരത സർക്കസ് കണ്ടതാണ്. ഉച്ചക്ക് സമാപനത്തിന് പോയതാണ്. വൈകുന്നേരത്തിന് വരുന്നതാണ്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ഇങ്ങനെ പോരുമ്പോൾ ഒറ്റം പറഞ്ഞ് ഉടുത്ത് കഴിച്ചിട്ട് ആ സിനിമ കാണുന്നുണ്ട് ക്ലബില്. നമ്മളെ ചങ്ങായിയും മാനിപ്പിയും കുഞ്ഞിപ്പിയും എല്ലാവരും കൂടി. അമ്മ കണ്ടു പോയാലോ? പോയി. ഏതായാലും പള്ളറിഞ്ഞല്ലോ. പെണ്ണുങ്ങൾ ഏതായാലും നാട്ടിൽ പോയതാണ്. ഇനിയിപ്പോൾ ഏതായാലും പരി പോയി കിടന്നത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ നമുക്ക് അതെങ്ങനെ. അപ്പൊ എൻ്റെ ഉടുത്ത് കഴിച്ചിട്ട സിനിമ ഉണ്ട് അവിടെ ക്ലബില്. ഞാൻ അങ്ങോട്ട് പോയാ. അങ്ങനെ പോയി. പിറ്റേന്ന് രാവിലെ ജുമാഅത്ത് പള്ളിയിൽ ദർസുൽ ഗാർഡനാണ്. രാവിലെ ഞാൻ തങ്ങൾ വരുന്നുണ്ട്, മൂല്യരുണ്ട്. ഇത് അങ്ങോട്ട് പോവുക. പോകന്നെ. നിൽക്കൂല. പറയടോ ഓനെന്താവില്ല, ഓൻ നിൽക്കൂല. എന്തെന്നെ പോകന്നെ. അങ്ങനെ എൻ്റെ ഓരോ സ്ഥലത്ത് നിങ്ങൾ കണ്ടപ്പോൾ ചിലപ്പോൾ മറ്റൊരു കണ്ടപ്പോൾ പക്ഷേ കുഞ്ഞമ്മക്ക നിങ്ങൾ ഇവിടെ കുഞ്ഞമ്മക്ക എവിടെയും പോവും. കുഞ്ഞമ്മദക്കാനെ വേറെ നിങ്ങൾ കണ്ട കുഞ്ഞമ്മക്കാക്കാനെ പിന്നെയും ക്ലബിൽ വട്ടിച്ച മൂക്കത്ത് വരലിച്ച് നിങ്ങൾ ഇവിടെ വീഴും. നിങ്ങളിവിടെ മൂപ്പ് എവിടെ പോവും? ബാങ്കിനും ഇപ്പൊ നാടകത്തിനും ചിലപ്പോൾ ഫിലിമിനും മറ്റിനും പോവും. എന്തിനും പോവും. എന്താ പ്രശ്നം? അവൻ്റെ മനസ്സ് വ്യാപരിക്കുകയാണ്. എന്തിൽ? അള്ളാഹുവിനെ തൊട്ടുള്ള അശ്രദ്ധയിൽ. ആരില്ല കൽബിൽ, ആരില്ല, അള്ളാഹുവില്ല. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്തെന്ന് എല്ലാ വെള്ളിയാഴ്ചയും മൂല്യർ ഓടുമ്പോൾ കേൾക്കും. ഒപ്പരിക്കാലം വരെ ഒട്ടകത്തിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. ജിദ്ദേന്ന് ഒരിക്കൽ ഒട്ടകത്തിനെ ഇറച്ചി നിന്ന് അപ്പൊരു ചിന്ത ചിന്തിച്ച് ഇത് തിരക്കിടില്ലല്ലോ. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ജിദ്ദയിൽ റൂമിൽ ചെന്നപ്പോൾ അവന് ഒട്ടകർച്ചി വാങ്ങിയിട്ടുണ്ട്. നോമ്പിന് എന്താ പറയുക വെള്ളിയാഴ്ച ജുമായും കഴിഞ്ഞിട്ട് നമ്മളെ മലപ്പുറം ജില്ലയിൽ പോത്തിറച്ചാണെങ്കിൽ അവർ ജിദ്ദയിലൊക്കെ ഉള്ള ചില എന്ത് ചെയ്യും? ഒട്ടകർച്ചി. അപ്പോൾ അവർക്ക് വിരുന്ന് തന്നപ്പോൾ എന്ത് ചെയ്തു? അഫലായ ഒന്നുറൂന ഇല്ല ഇവര് കൈവ കുലിക്കത്ത്. അതൊന്നും ആലോചിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഒറ്റത്തിന് ഇറച്ചി വമ്പിയപ്പോൾ ആലോചിച്ച് ഇത് തിരക്കിടില്ലല്ലോ. മനസ്സിലായില്ലേ? തന്നെ മനസ്സിലായ ചിന്തിക്ക് തന്നെ. അള്ളാഹുവിനെ തൊട്ടുള്ള അശ്രദ്ധയിൽ ഹൃദയം വ്യാപരിക്കുക. അള്ളാഹുവിനെ തൊട്ടുള്ള ശ്രദ്ധയിലാണെങ്കിലോ تطيش بغير ريشي إلى ملكوت رب العالمين.
അവസാനിപ്പിക്കണം. ബാക്കി നാളെ പറയാം. അടുത്ത ക്ലാസ്. ചിന്തിക്കണം. നല്ലതാണെന്ന് നല്ലതെന്ന് വിചാരിക്കണ്ട. നല്ലതായാലേ നല്ലതാകൂ. ജനങ്ങൾ മുഴുവനും നല്ലതാകുക. ചിന്തിക്കുക. പള്ളിയിൽ ഖുത്ബ ഓതുന്ന ഒരു ഖത്തീബ് കള്ളു കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. കുടിച്ചിട്ടുണ്ടാകാം. ഞാൻ പണ്ടേ അങ്ങോട്ട് പറയുന്നുണ്ട്, ഇനി ഖത്തീബന്മാർ കള്ളു കുടിക്കും. പള്ളി കമ്മിറ്റി അങ്ങനെയാണ്. അങ്ങനെ പുതിയ കാലം വരാൻ പോവാണ്. വന്നു കഴിഞ്ഞു. ഇനി ഒരു 5 കൊല്ലം 6 കൊല്ലം 8 കൊല്ലം കഴിഞ്ഞാൽ, ഏറെ വന്നാൽ 10 കൊല്ലം കഴിഞ്ഞാൽ കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറയും, എന്ത് നിങ്ങൾ എന്ത് ചെയ്താലും നമുക്ക് വിരോധമില്ല, പക്ഷേ നമ്മളെ മലിന്ന് ചെയ്യരുത്. അതൊരു 5 കൊല്ലം കൊണ്ട് തന്നെ തുടങ്ങും. 10 കൊല്ലം സിറ്റിങ്. ഇത് ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ ഒരു കാലം വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാം. പള്ളി ഒത്തുപോകുക, അയാളതോ മറ്റോ എന്തോ ആകട്ടെ, ഒരു ഫോട്ടോയും അവർ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതിലൊന്നും നിങ്ങൾ ബേജാറാവണ്ട. നല്ല നിങ്ങളുടെ കോട്ട്, കുപ്പായം, തലയെക്കെട്ടും ഒക്കെ. എന്താണ് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കുടിച്ച കള്ള് ഇമാമിൻ്റെ റൂമിൽ നിന്ന് പിടിച്ചത്? ഇമാമും മറ്റൊരു മഹല്ലിലെ ഇമാമും എല്ലാവരും കൂടിയാ കുടിച്ചിട്ടുള്ളത്. ഇത് കുടിക്കൽ പതിവാ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഉറക്കെ പറയടാ. നിങ്ങളൊക്കെ തലയെക്കെട്ടി നാളെ കുത്തുബ ഇറങ്ങണോരാ. ഏത് കുത്തുബ ഓതിയാലും അല്ല, കുത്തുമ്പ ഓതിയാലും പാടില്ല. ഒരു ഓതിയിട്ടും കാര്യമില്ല. കൽബിൽ ആര് വേണം? അല്ലാഹു. കൽബിൽ അല്ലാഹുല്ല. കൽബിൽ അല്ലാഹു ഇല്ലേ? ഒന്നുമില്ല. ചിന്തിക്കണം. കൽബിൽ അല്ലാഹു ഇല്ല. കൽബിൽ അല്ലാഹു ഇല്ല. കൽബിൽ അല്ലാഹു ഇല്ലെങ്കിലോ? കൽബിൽ അല്ലാഹു ഇല്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയും സിനിമകളും വ്യത്യാസം ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മറ്റു പള്ളി എന്ത് സിനിമകള് വ്യത്യാസം? വിഷയം എന്താ? അല്ലാഹുവിനെ തൊട്ടുള്ള അശ്രദ്ധയിൽ ഹൃദയം വ്യാപരിക്കുക. അവസാനിപ്പിക്കാണ്. അള്ളാഹുവിനെ തൊട്ടുള്ള അശ്രദ്ധയിൽ ഹൃദയം വ്യാപരിക്കുക. അങ്ങനെ സംഭവിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണ് അടഞ്ഞു എന്നതിന് അടയാളം. അതായത് ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നവന് അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധനാകാൻ കഴിയില്ല. അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരായത്താണ്. നീ അള്ളാഹു അശ്രദ്ധനാണെന്ന് ഒരിക്കലും നീ വിചാരിക്കരുത്. അല്ലേ? അങ്ങനെയല്ലേ മക്കളെ? അള്ളാഹു അശ്രദ്ധനാണെന്ന് ഒരിക്കലും നീ വിചാരിക്കരുത്. നിന്നെ നോക്കിയിരിക്കും. ഏതാ സൂറത്ത്? والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد. നിരീക്ഷണ കേന്ദ്രത്തിലുണ്ട് അല്ലാഹു. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിരീക്ഷണ കേന്ദ്രത്തിലുണ്ട് അല്ലാഹു. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നീ ഒരു മൊബൈൽ എടുത്തു, അതിൽ മോശപ്പെട്ട ചിത്രം കാണുമ്പോൾ അപ്പോൾ നീ മോശപ്പെട്ട ചിത്രം കാണുന്നുണ്ട് എന്നാര് കാണുന്നുണ്ട്? അല്ലാഹുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇവർ എഴുതേണ്ട ആവശ്യമില്ല. ഇത് നാളെ നിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന റെക്കോർഡ് മാത്രമാണ്. അല്ലാഹുക്ക് അറിയാനല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. ഹൃദയത്തിൽ മറച്ചു വയ്ക്കുന്നത് വരെ ആര് കാണുന്നുണ്ട്? അവന്റെ അന്തരംഗത്ത് മന്ത്രിക്കുന്ന ആരോടും അവൻ പറയാത്ത കാര്യം പോലും ആര് കേൾക്കുന്നു? വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ ഇരുട്ടിൽ നടക്കുന്ന കുഞ്ഞനുറുമ്പിന്റെ കാലിന്റെ മർമ്മരം കേൾക്കുന്നവനാണവൻ. ആര്? അല്ലാഹ്. അവനെ പറ്റി ബോധമല്ലെങ്കിൽ എന്തു ചെയ്യാം? പള്ളി ജോലിയും മദ്രസ ജോലിയും. പള്ളി മദ്രസ ഒക്കെ ചെയ്യും. എവിടെ ചെയ്യും? പള്ളി ജോലി ചെയ്യാം, മദ്രസ ജോലി ചെയ്യാം, കള്ളുടിക്കാം.
എന്തുകൊണ്ട്? ഹൃദയത്തിൻ്റെ വാതിൽ അടഞ്ഞു. 30 കൊല്ലം പള്ളി ജോലി ചെയ്തു, 30 കൊല്ലം കള്ളിൻ്റെ വാതിൽ പള്ളിൻ്റെ വാതിൽ തുറന്നു നടക്കുമ്പോഴും ഹൃദയത്തിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പള്ളിയുടെ ആനവാതിൽ ജുമാക്ക് വേണ്ടി തുറന്നാലും മൂപ്പരെ ഹൃദയത്തിൻ്റെ ഒരു ചെറിയ സുഷിരം പോലും തുറക്കൂല. എന്തുകൊണ്ട്? തെറ്റുകളിൽ വ്യാപരിക്കാൻ അവയവങ്ങളെ അഴിച്ചുവിടുക, അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധനാവുക. ഇത്തരം ആളുകൾക്ക് ഒരിക്കലും അകക്കണ്ണ് തുറക്കൂല. ഇനിയും അടയാളുണ്ട്, അടുത്ത ക്ലാസ്സിൽ പറയാം. അൽ ഫാത്തിഹ.